അപ്പൊ ടീം റൗണ്ടിലൂടെ പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മുടെ സ്വന്തം സെബക്കുട്ടി. വെൽക്കം. സെബ മൂൺ എന്നല്ലേ പറഞ്ഞേ? ഇത് സെബ മൈമൂൺ. മൈമൂൺ. ആ മൈമുന. പറഞ്ഞിട്ട് വരുമ്പോ എന്റെ പടച്ചോനെ അവന്റെ മൂഞ്ചി ഇവിടെ വന്ന് തട്ടി തടഞ്ഞിട്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇതെന്തോ പറ്റി കേട്ടോ റിമിക്ക്. മക്കളെ സെബ, എന്തോ സർ? ഈ റിമി ഇവിടെ ഇരുന്നോണ്ട് എന്തൊക്കെയോ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് നല്ലൊരു ചക്കരക്കുട്ടി, അതെ. നല്ലൊരു ഉമ്മച്ചി കുട്ടി. അതെ. ആഹാ, എന്താ ഈ സൗന്ദര്യം? ഇത് എവിടുന്നാ കിട്ടിയത്? ഇതെങ്ങനെ കിട്ടി? എന്റെ അച്ഛന്റെ വീട്ടിൽ. അതെ, അല്ലാണ്ട് പിന്നെ എവിടുന്ന് അല്ലേ? അപ്പൊ ഏതോ ഒരു പാട്ട് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അതെ. ഏതാണ്? ഏഴാം ബഹറിന്റെ. വെറുതെ അല്ല. ഡീറ്റെയിൽസ് പാടിയത് മഞ്ജരി മാം, അറിയാം. ലിറിക്സ് കൈതപ്രം സാർ, മ്യൂസിക് കൈതപ്രം വിശ്വനാഥൻ സാർ, സിനിമ ദൈവനാമത്തിൽ, വർഷം 2005. അപ്പൊ തുടങ്ങാം. തുടങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു.
വെരി ഗുഡ് സൂപ്പർ വെരി നൈസ്. മോള് നന്നായിട്ട് പാടി. ഒന്ന് രണ്ട് സ്ഥലം ബദറുൽ മുനീറിന്റെ അത് പാടിയപ്പോഴത്തേക്കും മോള് കറക്റ്റ് ശ്രുതിയിലല്ല പാടിയത്, അറിഞ്ഞില്ല, പാടിയങ്ങ് പോയെന്നുള്ളേ ഉള്ളൂ. പിന്നെ ഏഴാം ബഹറിന്റെ ആ സംഗതി ഇല്ലേ, അതൊന്ന് പാടാ വന്ന്. അത് അങ്ങനത്തെ ഏഴോ അങ്ങനല്ലേ, ഏഴാ ആ സംഗതി റോ വേണ്ട, അത്രേ ഉള്ളൂ. മറ്റേതാക്കുമ്പോ വരത്തില്ല, ശരിക്കും വാ തുറന്ന് പാടുമ്പോ വരും. അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം നന്നായിരുന്നു, നല്ല രസമായിരുന്നു കാണാനും കേൾക്കാനും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്. സെബ മൈമൂൺ എന്തോ സർ? വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പ്രശ്നങ്ങളാണ് ഇപ്പൊ ശ്രീകുട്ടങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സംഭവിച്ചത്. വളരെ മനോഹരമായിരുന്നു ബാക്കിയെല്ലാം കേട്ടോ. ഈ സിനിമയിൽ തന്നെ മധുവങ്ങൾ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഞാലി അലിക്കത്ത്. ഞാലിയലിക്കത്തിട്ട് 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 കസവിന്റെ തട്ടവുമിട്ട് തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ഞാലിയലിക്കത്തിട്ട് 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 കസവിന്റെ തട്ടവുമിട്ട് തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. നോക്കിടുന്നൊരു പെണ്ണുണ്ട്. നോക്കിടുന്നൊരു നോക്കിടുന്നൊരു പെണ്ണുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് പറഞ്ഞപ്പോഴേ പോരട്ടെ. മാണിക്കക്കല്ലേ മഞ്ചത്തിപ്പൂവേ ചെമ്പകമല്ലിക വാസന റാണി കാർമുടി വണ്ടിന പൂരകം ചൂടാൻ മർഹബാ. മാണിക്കക്കല്ലേ മഞ്ചത്തിപ്പൂവേ ചെമ്പകമല്ലിക വാസന റാണി കാർമുടി വണ്ടിന പൂരകം ചൂടാൻ മർഹബാ. നീ കിലുക്കിലുങ്ങന വളയണിയടുത്തേനലങ്കാരി, നീ കുണുകുണുങ്ങന താളം തട്ടടി പവിഴ ചിങ്കാരി. ഹേ റസിയാ ഹേ റസിയാ മെഹർബാ മെഹർബാ പുതുക്ക പിന്നി മെഹർബാ പട്ടുകൊട്ട പൊന്നു നിന്റെ മാറു മെഹർബാ നിന്റെ പകത്തിൽ കണ്ണു വെക്കണ പുതുമണവാളൻ. മെഹർബാ മെഹർബാ കള്ളിപ്പെണ്ണേ മെഹർബാ കഞ്ചകപ്പൂഞ്ചെണ്ടിനത്തൊരു മുത്തേ മെഹർബാ. നാളെ ഈ രസപുണ്ടാവനത്തിനു മധുവിധുവല്ലേ. സെബക്കുട്ടി, എന്തോ? എനിക്കിന്ന് സെബക്കുട്ടിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വാസന്ത പഞ്ചമി നാളിൽ പാടിയപ്പോഴത്തേക്കും കുറച്ച് മോളുടെ ഹാപ്പിനെസ് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ മോൾ ഒരു വളരെ പതുങ്ങിയ ഒരാളിൽ നിന്നും ഇങ്ങനെ പാടാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ പൊളിച്ചെടുക്കണം, മാറ്റിയിടണം എന്ന് പറഞ്ഞപ്പോൾ ഈ പാട്ടിന് കുറച്ചുകൂടെ എനർജി ആവാം. പക്ഷെ മോളിൽ നിന്നും ഇതുവരെ കാണാത്ത ഒരു പ്ലസന്റ് ആയിട്ടൊരു ഫീല് നമുക്ക് കിട്ടി. എന്തോ ഒരു കുറച്ചുകൂടെ ഒരു എനർജിയില്, കുറച്ചുകൂടെ ഫീലില്, കുറച്ചുകൂടെ എക്സ്പ്രഷനിലൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അത് തെറ്റായിരിക്കുമോ? അതെന്റെ കുറ്റമാണോ? ഞാനാണോ കുറ്റക്കാരി? ആണെങ്കിൽ തല്ലിക്കൊള്ളൂ. തടയോ ഇതേ. അലക്കി മോളെ, മഞ്ചരിയുടെ ഒരു ഓൾ ടൈം ഹിറ്റ് ആണ്. മഞ്ചരി നല്ല എനർജിയില്, മഞ്ചരിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു ഈ പാട്ട്. ബട്ട് അതുകൊണ്ട് ഇപ്പോഴും എല്ലാവരും മാപ്പിളപ്പാട്ടുകളിൽ എടുത്ത് പാടുമ്പോഴത്തേക്കും ഏഴാം ബഹറിന്റെ എല്ലാവരുടെയും ഫേവറേറ്റ് പാട്ടാണ്. മോൾ ഉഗ്രനായിട്ട് പാടി, ഇനിയും നമുക്ക് ബെസ്റ്റ് ആക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. Today we are giving you 98 out of 100. താങ്ക് യു സർ. ആദ്യ ഒരു കൈതപ്രം വിശ്വനാഥ് പൂക്കുറ്റി. ശബക്കുട്ടി എന്തോ? ഹാപ്പി ആയല്ലോ. ഓ ഹാപ്പി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. ടാറ്റാ.